Respected dear family members, my pranams to you. സ്വാമി വിവേകാനന്ദന്റെ സന്ദേശങ്ങൾ എന്നുമെന്നും മാനവരാശിക്ക് അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കാൻ പാകത്തിനുള്ളതാണ്. Every Indian, everyone who loves India, they will be respecting the messages of Swami Vivekananda, applicable universally. എല്ലാവർക്കും പ്രയോജനപ്രദമായിട്ടുള്ള സന്ദേശങ്ങളാണ് സ്വാമി വിവേകാനന്ദൻ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും യുവാക്കൾക്ക്, കർമ്മനിരതരായവർക്ക്, those who are involved in the activities, or in short കർമ്മയോഗീസ്, കർമ്മയോഗികൾക്കുള്ള ആത്മീയ ആചാര്യന്റെ സന്ദേശങ്ങളാണ് സ്വാമി വിവേകാനന്ദൻ നൽകിയിരിക്കുന്നത്. So now we will enter into the first message. My children must be ready to jump into the fire if needed to accomplish their work. ധന്യരായ എൻ്റെ കുട്ടികളെ, നിങ്ങൾ തീയിൽ ചാടാൻ തയ്യാറായിരിക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഏത് പ്രവൃത്തിയും ചങ്കൂറ്റത്തോടുകൂടി ചെയ്യാനുള്ള ഊർജ്ജസ്വലത നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം പൂർണ്ണമാക്കാൻ ഏത് ധന്യമായിട്ടുള്ള, ഏത് കഠോരമായിട്ടുള്ള അനുഭവങ്ങളും സഹിക്കുവാൻ തയ്യാറായി അഗ്നിയിലേക്ക് ചാടാൻ, പ്രശ്നങ്ങളിലേക്ക് ചാടാൻ, ബുദ്ധിമുട്ടുകളിലേക്ക് നേരെ ഇറങ്ങിച്ചെല്ലാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടാവണം. നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് ബി പോസിറ്റീവ്, എന്നും ശുഭാപ്തി വിശ്വാസമുള്ളവരാവുക. ഡു നോട്ട് ക്രിട്ടിസൈസ് അതേഴ്സ് ടു മച്ച്. മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വിമർശിക്കാതിരിക്കുക. ഗിവ് യുവർ മെസ്സേജ്, എന്നാൽ നിങ്ങൾക്ക് കൊടുക്കാനുള്ള സന്ദേശം നിർബന്ധമായിട്ടും കൊടുക്കുക. ഗിവ് യുവർ മെസ്സേജസ്, നിങ്ങൾക്ക് കൊടുക്കാനുള്ള സന്ദേശം നിർബന്ധമായിട്ടും കൊടുക്കുക. ടീച്ച് വാട്ട് യു ഹാവ് ടു ടീച്ച് ആൻഡ് ദെയർ സ്റ്റോപ്പ്. എന്താണോ പഠിപ്പിക്കാനുള്ളത് അവരെ പഠിപ്പിക്കുക. ആ പഠിപ്പിക്കുന്നത് അവിടെ എപ്പോഴാണോ നിർത്തേണ്ടത് അവിടെ നിർത്തുക. പഠിപ്പിക്കുന്ന പ്രക്രിയ തുടരുമ്പോഴും പഠിപ്പിച്ചു കഴിഞ്ഞു എന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ നിർത്തുക. ദ ലോർഡ് നോസ് ദ റെസ്റ്റ്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്, ചെയ്യിക്കേണ്ടത് എന്ന് ജഗദീശ്വരന് വ്യക്തമായിട്ടറിയാം. നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യം ഭംഗിയായിട്ട് നിർവഹിക്കുക. ഇഫ് യു ആർ റിയലി മൈ ചിൽഡ്രൻ, നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ തന്നെ കുട്ടികളാണെങ്കിൽ, യു വിൽ ഫിയർ നത്തിങ്. നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടില്ല. നിങ്ങൾ എൻ്റെ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒന്നിനെയും ജീവിതത്തിൽ ഭയപ്പെടില്ല. സ്റ്റോപ്പ് അറ്റ് നത്തിങ്. എന്ത് സംഭവിച്ചാലും നിങ്ങൾ നിങ്ങളുടെ ദൗത്യത്തെ പൂർത്തീകരിക്കാതെ നിർത്തുകയില്ല. യു വിൽ ബി ലൈക്ക് ലയൺസ്. നിങ്ങൾ സിംഹത്തെ പോലെ ആയിരിക്കണം. സിംഹത്തിന്റെ ഊർജ്ജസ്വലത നിങ്ങളിൽ ഉണ്ടാകണം. ഓൾ ഗ്രേറ്റ് അണ്ടർടേക്കിംഗ്സ് ആർ അച്ചീവ്ഡ് ത്രൂ മൈറ്റി ഒബ്സ്റ്റക്കിൾസ്. ഏത് വലിയ വലിയ നേട്ടങ്ങളും ഉണ്ടാക്കാൻ, ഏത് കാര്യങ്ങളും ചെയ്തു തീർക്കാൻ മൈറ്റി ഒബ്സ്റ്റക്കിൾസ്, ഭീകരമായിട്ടുള്ള തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും ഏറ്റെടുത്ത ദൗത്യം ധീരനായിട്ട് നിർവഹിക്കുക. ഓൾ ഗ്രേറ്റ് അണ്ടർടേക്കിംഗ്സ്, എന്തെല്ലാം വലിയ വലിയ നേട്ടങ്ങളാണോ ആർക്കെല്ലാം ഉണ്ടായിട്ടുള്ളത് അതെല്ലാം തന്നെ ധന്യമായ ചങ്കൂറ്റത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് മറക്കാതിരിക്കുക. യൂസ് എഗ്രിയബിൾ ആൻഡ് ഹോൾസം ലാംഗ്വേജ് ടുവേർഡ്സ് ഈവൻ ദ ഗ്രേറ്റസ്റ്റ് എനിമി. ഏറ്റവും വലിയ ശത്രുവിനോട് പോലും ധന്യമായിട്ടുള്ള വാക്കുകളും ജനങ്ങൾ സ്വീകരിക്കുന്ന വിധത്തിലുള്ള വാക്കുകളും എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന വാക്കുകളും ഉപയോഗിക്കുക. ഹോൾസം ലാംഗ്വേജ്, പരിശുദ്ധമായിട്ടുള്ള പൂർണ്ണതയുള്ള വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഏറ്റവും വലിയ ശത്രുവിനെ പോലും നേരിടാനായിട്ട് തയ്യാറാവുക. ശ്രീ രാമകൃഷ്ണ വാസ് ദ ലിവിംഗ് കമന്ററി ഓൺ ദി വേദാസ് ആൻഡ് ടു ദയർ എയിം.
എന്താണോ വേദം നമ്മളെ ഉപദേശിക്കുന്നത്, വേദത്തിന്റെ സന്ദേശങ്ങൾ എന്താണോ ആ സന്ദേശങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതൃകയായിരുന്നു ശ്രീ രാമകൃഷ്ണ പരമഹംസർ. He lived in one life the whole cycle of the national religious existence in India. ഒരൊറ്റ ജീവിതത്തില് ഭാരതത്തിന്റെ സമ്പൂർണമായ ആത്മീയമായ ദേശീയമായ മതപരമായിട്ടുള്ള നിലനിൽപ്പിന്റെ ചൈതന്യത്തെ പ്രസരിപ്പിച്ച വ്യക്തിയാണ് ശ്രീ രാമകൃഷ്ണ പരമഹംസർ എന്ന് മറക്കാതിരിക്കുക. ഒരു വ്യക്തിക്കും ഒരു രാഷ്ട്രത്തിന്റെ സമഗ്രവും സമ്പൂർണവുമായിട്ടുള്ള സന്ദേശത്തെ ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. മേക്കിംഗ് ശ്രീ ശാരദാദേവി ദ ന്യൂക്ലിയസ്, വൺസ് മോർ വിൽ ഗാർഗീസ് ആൻഡ് മൈത്രേയാസ് ബി ബോൺ ഇൻ ടു ദ വേൾഡ്. ഗാർഗി എന്ന് പറയുന്ന മഹാചാര്യന്മാരും മൈത്രേയി എന്ന് പറയുന്ന വൈദിക ചൈതന്യം വഹിക്കുന്ന ശിഷ്യന്മാരെയും എങ്ങനെയാണോ ശാരദാദേവി എന്ന അമ്മയ്ക്ക് നിർമ്മിക്കാൻ സാധിച്ചത്, ഉണ്ടാക്കാൻ സാധിച്ചത്, ഈ മനുഷ്യരിൽ നിന്ന് ഋഷിവര്യന്മാരിലേക്ക് പരിണമിപ്പിച്ചവരെ സൃഷ്ടിക്കാൻ സാധിച്ചത്, അതിനിയും ഭാരതത്തിൽ സംഭവിക്കും. ഭാരതം ഋഷിവര്യന്മാരുടെ നാടാണ്, ഋഷിമാർക്ക് ജന്മം നൽകിയ നാടാണ്. നീദർ മണി പേസ് നോർ നെയിം നോർ ഫെയിം നോർ ലേണിംഗ്. കുമിഞ്ഞുകൂടുന്ന സമ്പത്ത് നിങ്ങൾക്ക് ധന്യമായിട്ടുള്ള ജീവിതം നൽകുമെന്ന് വിചാരിക്കല്ലേ. പേരും പെരുമയും ഒരു പക്ഷേ നിങ്ങൾക്ക് ധന്യമായിട്ടുള്ള ജീവിതം നൽകില്ല. പ്രസിദ്ധിയും മറ്റുള്ളവരുടെ സ്തുതി വാക്കുകളും നിങ്ങൾക്കൊരു പക്ഷേ ധന്യമായിട്ടുള്ള ജീവിതം നൽകില്ല. ചിലപ്പോൾ ആവശ്യമില്ലാത്ത അറിവുകൾ നിങ്ങൾക്കുണ്ട് എന്ന് അഭിമാനിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ധന്യമായിട്ടുള്ള ജീവിതം നൽകിയെന്ന് വരില്ല. ഇറ്റ് ഈസ് ക്യാരക്ടർ ദാറ്റ് ക്യാൻ ക്ലീവ് ത്രൂ adamantine walls of difficulties. നമ്മളുടെ ശീലം, സൗശീല്യം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ജീവിത ചക്രത്തിലെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പെരുമാറുന്ന രീതി, അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള തടസ്സങ്ങളെ പോലും അതിജീവിച്ച് അപ്പുറത്തേക്ക് കടക്കാൻ നമ്മളെ സഹായിക്കുന്നത്. We have not done badly in the past, certainly not. ഭാരതത്തിന്റെ ഭൂതകാല വൈഭവം ഒരിക്കലും മോശമായിരുന്നില്ല. ഭാരതത്തിന്റെ പൈതൃക ചിന്താധാരകൾ ഒരു കാരണവശാലും തിന്മ നിറഞ്ഞതായിരുന്നില്ല, കുറവുകളുള്ളതുമായിരുന്നില്ല. അവർ സൊസൈറ്റി ഈസ് നോട്ട് ബാഡ് ബട്ട് ഗുഡ്. നമ്മുടെ സമൂഹം ഒരിക്കലും തിന്മയുടെ പ്രതീകമായിരുന്നില്ല, നന്മയുടെ പ്രതീകം തന്നെയായിരുന്നു. ഓൺലി ഐ വാണ്ട് ഇറ്റ് ടു ബി ബെറ്റർ. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ സമൂഹത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നികത്തി കൂടുതൽ ധന്യമായ നന്മയിലേക്ക് പോകണമെന്ന് മാത്രമാണ്. കുറവുകൾ ഉണ്ട് എന്ന് പറയാനല്ല, കുറവുകൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ കുറവുകളെ നികത്തി ധന്യമായ പന്ഥാവിലൂടെ പോകാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ്, ഭാരതത്തെ നയിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ ധന്യമായ സന്ദേശം നിങ്ങൾക്ക് നൽകുന്നത്. സ്വാമി വിവേകാനന്ദൻ. പ്രണാമം, നമസ്കാരം.